ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനും സ്റ്റീവും പിന്നെ എൻ്റെ കൊളീഗിൻ്റെ വൈഫും അതുപോലെ കൊച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാണ്. ഒരു വൺ ഡേ ഔട്ടിങ്. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ രാവിലെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേട്ടും ചെറുതായിട്ട് മഴയായിരുന്നു. അപ്പോൾ അവരുടെ കൊച്ച് തീരെ ചെറുതാണ്. അപ്പോൾ ഈ കൊച്ചിനോടൊക്കെ മഴയത്ത് പാടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആഫ്റ്റർനൂണായിട്ട് മാറ്റി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ടാക്സിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹേസ്റ്റിങ്സ് ബീച്ചിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യം ഹേസ്റ്റിങ്സ് പിയറിൽ പോയിട്ട് അവിടെ നിന്ന് ബീച്ചിലോട്ട് പോകുന്നത് വിചാരിച്ചു. അപ്പോൾ പിയറിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ബീച്ചെന്ന് പറയുന്നത്. അപ്പോൾ പിയറിൽ പോയിട്ട് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് പിന്നെ ബീച്ചിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ അവരുടെ കുട്ടീനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീവ് ആണെങ്കിലും ചെറിയൊരു ബേബി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്റ്റീവിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനും പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയായി വരാനും ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ വരാൻ റെഡിയായതും. അപ്പോൾ ഈ ഒരു ടൈമിൽ വെതർ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ്. കാരണം വിൻ്ററിൻ്റെ സ്റ്റാർട്ടാണ്. അതുകൊണ്ട് ഇതൊരു ബീച്ചി സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല വിൻഡിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കാണുന്ന ഏരിയ എന്ന് പറയുന്നത് മൊത്തം അവിടെ ഒത്തിരി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്ക് പറ്റിയ നല്ലൊരു ഏരിയ ആണത്. എക്സ്പെഷ്യലി സമ്മറിലൊക്കെ വരുമ്പോൾ ആണെങ്കിൽ പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണിത്. അപ്പോൾ ഇതിൽ കാണുന്ന ഏരിയയുടെ അപ്പുറത്തെ വശം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബീച്ചിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളൊരു ബീച്ചി സൈഡാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈമിലൊക്കെ വരുമ്പോഴത്തേട്ടും കുറച്ച് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറച്ച് തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എസ്പെഷ്യലി ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ. അല്ലാതെ സമ്മറിൽ വരുവാണെങ്കിൽ ഏറ്റവും എൻജോയ് പറ്റുന്നൊരു ഏരിയ ആണ്. ഇതിവിടെ വന്നാൽ ഒത്തിരി കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീച്ചിൽ പോകാം, അതിലുണ്ട് റൈഡ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പിയറിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പിയറിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ബീച്ച്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഫ്ലാറ്റിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിലോട്ട്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് പോകാനേ പറ്റത്തുള്ളൂ. നടന്നു പോയി കഴിഞ്ഞാൽ ശരിക്കും മടുത്തു പോകും. എക്സ്പെഷ്യലി സ്റ്റീവിനെയും കൊണ്ട് പോയി കഴിയുമ്പോഴത്തേട്ടോ അവനെ ഇടയ്ക്ക് വെച്ചെടുക്കേണ്ട ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കാണുന്നതാണ് ഈ പിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വന്നിരുന്ന ഹേസ്റ്റിങ്സ് ബീച്ചിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബീച്ച് കാണാൻ പറ്റും. അപ്പോൾ നല്ല കാറ്റാണ്. കടലിലൊക്കെ തിരമാലയിലിങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നവരാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കാറ്റിൻ്റെയും തിരമാലയുടെയൊക്കെ സൗണ്ടായിരിക്കും. ഇത് കാണാൻ പറ്റും. ഭയങ്കര തിരമാലയാണ്. അതുപോലെ നല്ല ശക്തമായ കാറ്റുമുണ്ട്. അപ്പോൾ മഴ മാറിയിട്ട് ഇപ്പോൾ വെയിലാണ്, പക്ഷേ അതുപോലെ നല്ല തണുത്തൊരു കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവർ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് അധികം നേരം പിയറിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുക, നിങ്ങൾ തന്നെ കണ്ടു കാണും. ആ കടലിൻ്റെ ഒരു രൗദ്രഭാവം കണ്ടു കാണും. അതേ ഒരു സെയിം സംഭവം തന്നെ ഈ ഒരു പിയറിലും ഉണ്ടായിരുന്നു. ഭയങ്കര വിൻഡിയായിരുന്നു. പിള്ളേരെയും കൊണ്ട് നിൽക്കാണ്ട് ഒരു രക്ഷയായിരുന്നു. സ്റ്റീവാണ് മടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഓർഡർ ചെയ്തൊരു മോക്ടെയിലും ഫിഷ് ആൻഡ് ചിപ്സാണ് ഓർഡർ ചെയ്തത്. സ്റ്റീവിന് വേണ്ടിയിട്ടൊരു ഡെസേർട്ടും ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ ഒരു മോക്ടെയിലാണ് ഓർഡർ ചെയ്യുന്നത്. അതുപോലെ എവിടെ ചെന്നാലും ഫിഷ് ആൻഡ് ചിപ്സാണ് ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മെനുവിൽ എനിക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഫിഷ് ആൻഡ് ചിപ്സ് തന്നെ ഓർഡർ ചെയ്യേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റോറൻറ്റിൽ വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങൾ പിന്നെ ബീച്ചിലോട്ട് അവരുടെ കൂടെ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നില്ലാണ്. തീരെ ചെറിയ കൊച്ചായതുകൊണ്ട് ബേബി ആണെങ്കിൽ ഭയങ്കരമായിട്ട് മടുത്തു പോയായിരുന്നു. ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ ഒന്ന് ക്ഷീണമായിട്ട് അവർ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറേ നേരം സംസാരിച്ചിട്ട് അവരിപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് ഇറങ്ങി. സ്റ്റീവിനാണെങ്കിൽ ബീച്ചിൽ കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ബീച്ചിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീവിനാണെങ്കിൽ പിന്നെ കയറി പോകണമെന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും കാറ്റ് ശക്തമായിട്ട് അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൻ കയറി പോകണമെന്ന് ബഹളം വെക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ആക്ച്വലി ബീച്ചിലോട്ട് ഇറങ്ങിയത് കളിക്കാനൊന്നും ആയിരുന്നില്ല, കുറേ കല്ലൊക്കെ പെറുക്കാനായിരുന്നു. അപ്പോൾ കല്ലൊക്കെ പെറുക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറി പോകുന്നു. കാരണം അത്രയ്ക്കും തിരമാലയൊക്കെ അടിച്ച് കയറി ഭയങ്കര കാറ്റും ഇതൊക്കെയായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്നത് അത്ര സേഫായിട്ട് തോന്നുന്നില്ല. കാരണം അവനാണെങ്കിൽ ബീച്ചിൻ്റെ അടുത്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് സേഫ് അല്ല, ഭയങ്കര റിസ്ക്കാണ് തിരമാലയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിൽക്കാനൊന്നും പോയില്ല. അപ്പോൾ ഈ ആ സൈഡിൽ കാണുന്ന ഇതാണ് പിയർ എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോയത്. ആദ്യം പോയത് അവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെ ടാക്സിയൊക്കെ വിളിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇതൊരു ചെറിയ മിനി വ്ളോഗാണ്, ഇത്രയുള്ളൊരു വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.